ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കൈവരിച്ചതിൻ്റെ പകുതിയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം ഇതേ സമയം നമ്മൾ തൊഴിലാളികൾ കൈവരിച്ച തൊഴിൽ ദിനത്തിൻ്റെ പകുതിയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് തൊഴിൽ ദിനങ്ങൾക്ക്. അതിന് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലുറപ്പ് പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ പറ്റാത്തതാണ്. അതായത് നിലവിൽ വിബിജി റാംജിയിൽ പറയുന്ന പല പ്രവൃത്തികളും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന പ്രവൃത്തികളല്ലാത്തതാണ് ഇതിന് പ്രധാനമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ എന്നിരുന്നാൽ പോലും പകുതി തൊഴിൽ ദിനങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു എന്നത് നമുക്ക് ഏറെ പ്രയോജനകരമാണ്. അപ്പോൾ ഇതിന് ഒരു കോടതി പരാമർശം ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഓഗസ്റ്റിലും മാസം 21-ാം തീയതി അതായത് ഒരു കോടതി പരാമർശം ഉണ്ടായിട്ടുണ്ട് വെള്ളിയാഴ്ച. അപ്പം അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതായത് രാജ്യത്തെ കോടതി വിധിയിൽ പറയുന്ന കാര്യങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് ഭാരതത്തിൽ പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ഗ്രാമീണ ജനതയുടെ ഉപജീവന മാർഗമായിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വാനോളം പ്രശംസിച്ച് സുപ്രീം കോടതി തൊഴിലുറപ്പ് പദ്ധതി എന്നത് ഗവൺമെൻറ് നൽകുന്ന വെറുമൊരു സൗജന്യമല്ലെന്നും അത് ഗ്രാമീണ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഒന്നും അല്ലെന്നും കോടതി വ്യക്തമാക്കി. രാജ്യത്തെ പരമോന്നത നീതിപീഠം സുപ്രധാന നിരീക്ഷണം നടത്തിയത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയില, ജസ്റ്റിസ് വി മോഹന എന്നിവരടങ്ങിയ 3-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. സാമൂഹ്യ പ്രവർത്തകരായ അരുൺ റോയ് ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച ഒരു പതിറ്റാണ്ട് പഴക്കമുള്ള പൊതുതാൽപര്യ ഹർജി തീർപ്പാക്കിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ ഈ നിർണായക പരാമർശം. തൊഴിലാളികൾക്ക് കൂലി നൽകുന്നതിലുണ്ടാകുന്ന താമസം ഒഴിവാക്കുക, സംസ്ഥാനങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള മിനിമം വേതനം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് ഹർജിയിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. കോടതി നടത്തിയ പ്രധാന നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയിൽ മറ്റു തൊഴിലാളികളോ വരുമാന മാർഗങ്ങളോ ഇല്ലാതിരുന്ന ജനങ്ങൾക്ക് അന്തസ്സോടെ അധ്വാനിച്ച് ജീവിക്കാൻ തൊഴിലുറപ്പ് പദ്ധതി വലിയൊരു അവസരമാണ് നൽകിയത്. ഗ്രാമങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇതിന് സാധിച്ചു. തൊഴിലെടുക്കാനുള്ള അവകാശത്തെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള മൗലിക അവകാശമായി ഉയർത്തേണ്ടതുണ്ടോ എന്ന കാര്യം കോടതി ചർച്ച ചെയ്തു. എങ്കിലും ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഭാഗമായി നൽകുന്ന ഇതിനെ മൗലിക അവകാശമായി പ്രഖ്യാപിക്കുന്നതിൽ ചില പ്രായോഗിക പരിമിതികളുണ്ടെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടിച്ചു. മിനിമം വേതനം കൂട്ടണം എന്നുള്ള ഹർജികളുടെ ആവശ്യത്തോട് പ്രതികരിക്കാതെ ലഭ്യമായ ഫണ്ടിൽ മാറ്റമില്ലാതെ കൂലി അമിതമായി വർദ്ധിപ്പിച്ചാൽ അത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാൻ ഇടയാക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് ഓർമ്മിപ്പിച്ചു. പുതിയ നിയമത്തിനെതിരെ ഹർജി നൽകാൻ അനുമതി. 2026 ജൂലൈ 1 മുതൽ പഴയ MGNRG നിയമത്തിന് പകരം വിബിജി റാംജി എന്ന പുതിയ നിയമമാണ് രാജ്യത്ത് നിലവിൽ വന്നിട്ടുള്ളത്. പുതിയ നിയമത്തിൽ തൊഴിൽ ദിനങ്ങൾ 125 ആയി ഉയർത്തിയെങ്കിലും കേന്ദ്ര സംസ്ഥാന ഫണ്ടിംഗ് അനുപാതത്തിൽ വന്ന മാറ്റങ്ങൾ, അതായത് പ്രധാനം പറയുന്ന 60:40 കാരണം രാജ്യവ്യാപകമായി തൊഴിൽ ദിനങ്ങളിൽ വൻ കുറവുണ്ടായതായി ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ കോടതിയെ അറിയിച്ചു. പഴയ നിയമം റദ്ദാക്കപ്പെട്ട സാഹചര്യത്തിൽ ഈ ഹർജി കോടതി ഔദ്യോഗികമായി തീർപ്പാക്കി. എന്നാൽ പുതിയ നിയമത്തിലെ അപാകതകൾ, കൂലി വൈകുന്ന പ്രശ്നങ്ങൾ, കുറഞ്ഞ വേതനം എന്നിവ ചൂണ്ടിക്കാട്ടി ഹർജിക്കാർക്ക് പുതിയൊരു ഹർജി ഫയൽ ചെയ്യാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. പുതിയ ഹർജി സമർപ്പിച്ചാൽ കൃത്യസ്ഥിതി വിവരക്കണക്കുകൾ പരിശോധിച്ച് കോടതി ഗൗരവമായി പരിഗണിക്കുന്ന ബെഞ്ച് ഉറപ്പാക്കി നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിലവിലെ ഈ തൊഴിലുറപ്പ് പദ്ധതി സംബന്ധിച്ച് കോടതി കോടതിയിൽ വന്ന് പരാമർശിക്കുക. അപ്പോൾ അത് നികലിച്ചു. നമുക്ക് കോടതിയിൽ പറയുന്നത് പുതിയ ഇതിൽ വിബിജി റാംജി ആയിട്ടുള്ള പല പ്രശ്നങ്ങളും പല സംസ്ഥാനത്തിനും പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പോൾ അത് നിലവിൽ കോടതിയെ അറിയിച്ചു. കോടതിയിൽ നിന്നൊരു പരിഹാരം കാണാൻ ഇടവരും എന്നാണ് നിന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പം നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് പദ്ധതി എന്നിപ്പോൾ പേരിൽ തന്നെ വലിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പം പേരിലെ ഘടനയിലും വ്യത്യാസമുണ്ട്. മറ്റേത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. എന്നാൽ ഈ പുതിയ പദ്ധതി ഇതെന്ന് പറയുന്നത് വികസനം എന്ന് ഇതിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തികളാണ്. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം വികസനം തമ്മിൽ നല്ല അന്തരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റേത് തൊഴിലാളികൾക്ക് പണി നൽകുക എന്നുള്ള ആവശ്യമായിരുന്നു. പക്ഷേ ഇത് രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കുക എന്നുള്ള ആശയമാണ്. അപ്പോൾ അതുകൊണ്ട്
തൊഴിലാളികൾക്ക് എന്താ പറയുക, ഇപ്പം തന്നെ തൊഴിലാളികൾ ഏറെക്കുറെ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ കോടതിയിലെ നിഗമനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പറയുന്ന പല കാര്യങ്ങളും തൊഴിലാളികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നിലവിൽ തൊഴിലാളികൾക്ക് തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയാണ് ഒരു വരുമാനം കണ്ടെത്താൻ സാധിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത എന്താ പറയുക, ഇതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇപ്പം നിലവിലുള്ള പദ്ധതിയിൽ ഇപ്പോൾ കരട് വിജ്ഞാപനം ലിസ്റ്റ്, പദ്ധതികളെക്കുറിച്ച് കരട് ലിസ്റ്റ് മാത്രമേ പ്രഖ്യാപിക്കപ്പെട്ടുള്ളൂ. അപ്പോൾ പൂർണ്ണ തോതിലുള്ള ലിസ്റ്റ് വന്നാൽ മാത്രമേ ഏതൊക്കെ പ്രവൃത്തികൾ ഇനിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിലവിലെ കാര്യങ്ങൾ, നിലവിലെ എന്താ പറയുക, പദ്ധതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പഴയ പദ്ധതികളിൽ കുറേ പ്രവൃത്തികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പ്രവൃത്തികളൊക്കെ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അതായത് നിലവിലെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പ്രയോജനകരമല്ലാത്തതും അതേപോലെ തന്നെ നടപ്പിലാക്കാൻ പറ്റാത്തതുമായ പ്രവൃത്തികളാണ് നിലവിലെ കരട് ലിസ്റ്റ് പ്രകാരമുള്ളത്. അത് ചില സ്റ്റേറ്റിന് അനുകൂലമായിരിക്കും, ചില സ്റ്റേറ്റിന് പ്രതികൂലമായിരിക്കും. കേരളം പോലുള്ളൊരു സ്റ്റേറ്റിന് നിലവിലുള്ള കരട് ലിസ്റ്റ് പ്രകാരമുള്ള പ്രവൃത്തികളൊന്നും ഏറെക്കുറെ ഏറ്റെടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ നൽകുന്ന പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവൃത്തികളിൽ മാറ്റം വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കോടതിയിൽ ഇങ്ങനത്തെ പരാമർശമൊക്കെ ഉണ്ടായത് എന്തായാലും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അനുകൂലമായിട്ട് അടുത്ത് തന്നെ ഒരു കോടതി ഉത്തരവൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് എല്ലാവരും ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പ്രവൃത്തികളൊക്കെ പലരും നാളെ കമൻറ്റ് താഴെയും അല്ലാതെയും ഒക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര സങ്കടകരമായ കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത് തന്നെ പ്രവൃത്തികളൊക്കെ ഏറ്റെടുക്കാൻ സാധിക്കട്ടെ. നിലവിലുള്ള കരട് ലിസ്റ്റ് പ്രകാരം പഞ്ചായത്തിൽ നിന്നൊക്കെ ജീവനക്കാരും നിങ്ങൾക്ക് പ്രവൃത്തികൾ ഏറ്റെടുക്കി നൽകാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുന്ന പ്രവൃത്തികളൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ മേറ്റുമാരെ കൂലി അതേമാതിരി നമ്മളെ താഴെ കമൻറ്റിൽ മേറ്റുമാരെ കൂലിയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മേറ്റുമാരെ കൂലി എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ കേന്ദ്രം നൽകിയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നത് നിലവിൽ കേരള സർക്കാർ ഫണ്ട് തരും നൽകിയ ഓർഡർ ആണെന്നുണ്ട് സ്ക്രീനിൽ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത് തന്നെ ഫണ്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ പുതിയ പദ്ധതിക്കൊക്കെ ഫണ്ട് നിലവിൽ കണ്ടിന്യൂ ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ, അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ടാണ് ഇനി ലഭിക്കാനുള്ളത്. ഇപ്പോൾ വിബിജി രാംജി എന്ന് പറയുന്ന പദ്ധതിയിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഫണ്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പദ്ധതിയിൽ മെറ്റീരിയൽ മേറ്റുമാരെ കൂലിയൊക്കെ ഫണ്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ പഴയത് ഇപ്പോഴും നൽകാത്തൊരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ താഴെ വന്നിട്ട് ഇനി ഞങ്ങൾക്ക് കിട്ടില്ല സാറെന്നൊന്നും ചോദിക്കേണ്ട, നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നിങ്ങൾ പണിയെടുത്ത കൂലി എന്തായാലും ലഭ്യമാക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.